ഷൈനിയുടെയും കുഞ്ഞുങ്ങളുടെയും മരണത്തിൽ പ്രതിയാക്കപ്പെട്ട നോബിയുടെ സഹോദരനായ ബോബി ചേരിയിൽ എന്ന കള്ളപ്പുരോഹിതനും അവരോടൊത്തുള്ളവരും ചേർന്ന് തന്ത്രപരമായ പല കളികളും കളിക്കുന്നതായിട്ട് നമുക്ക് പുതിയ അറിവുകൾ കിട്ടിത്തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അടുത്ത ദിവസം ഈ വിഷയം പൊതുസമൂഹത്തിൽ ശക്തമായിട്ട് കൊണ്ടുവന്ന ഹാർഡ് ഫാർമർ എന്ന യൂട്യൂബ് ചാനലുകൾക്കെതിരെയും അതോടൊപ്പമുള്ള മറ്റ് സോഷ്യൽ മീഡിയകൾക്കെതിരെയും പ്രതികളുടെ ഭാഗത്തു നിന്നും ചില കുതന്ത്രപരമായ നടപടികളും പരാതികളും ഒക്കെ ആയിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ അറിയുവാനായിട്ട് ഇടയായിട്ടുണ്ട്. പരാതിയും കൊണ്ടുവന്നവരൊക്കെ വന്നതിനേക്കാൾ സ്പീഡിൽ തിരിച്ചു പോയതായിട്ടും നമുക്കറിയാൻ കഴിഞ്ഞു. പക്ഷേ ഇവിടെ നമ്മളെടുത്ത് കാണേണ്ടതായ ഒരു കാര്യം, ആ പരാതി കൊടുത്തിരുന്ന, അതായത് ഇത്രയും ക്രൂര ക്രിമിനലുകളുടെ പിണിയാളുകളായി പ്രവർത്തിച്ചിട്ടുള്ള ചില വ്യക്തികൾ, പ്രത്യേകിച്ച് പരാതിക്കാരനായിരുന്ന അനൂപ് പോലുടെ ഒരു ക്ലീൻ സർട്ടിഫിക്കറ്റുമായിട്ട് കരിങ്കുന്നം പോലീസ് സ്റ്റേഷനിൽ വന്നതായിട്ട് അറിയുവാൻ കഴിഞ്ഞു. ഇത് എവിടെ നിന്നാണ് ഇങ്ങനെ ഒരു ക്ലീൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഒരു അതോറിറ്റി ഉള്ളത്? അതൊന്നും അറിയേണ്ടതിരിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സമൂഹത്തിൽ പല ക്രിമിനലുകൾക്കും എവിടുന്നെങ്കിലുമൊക്കെ കുറേ ക്ലീൻ സർട്ടിഫിക്കറ്റുകൾ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെല്ലാം ഈ കേസുകളിൽ നിന്ന് ഊരിപ്പോകാനും അതുപോലെ തന്നെ അവരെല്ലാം സമൂഹത്തിൽ വളരെ മാന്യന്മാരാണെന്ന് തെളിയിക്കാനുള്ളൊരു പ്രൂഫ് കൂടിയാവുകയാണല്ലോ ചെയ്യുന്നത്. ഈ അനൂപ് പോലും ചക്കുവള്ളത്ത് പല കേസുകളിൽ പ്രതിയായിട്ടുള്ള ആളാണെന്നുള്ളതും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. കോടതി കേസുകളിൽ പോലും മാല പൊട്ടിച്ച കേസ്, അതുപോലെ വീടിന് തീ വെച്ച കേസ്, അതുപോലുള്ള കേസുകളിൽപ്പെട്ട ഒരു പ്രതിയാണ് ഈ ക്ലീൻ ചീറ്റ് സർട്ടിഫിക്കറ്റും ഒക്കെ ആയിട്ട് നടക്കുന്നത് എന്നുള്ളത് നമ്മളിവിടെ തിരിച്ചറിയണം. ഇത്തരം ക്രിമിനലുകൾ, അതായത് ക്രൂരമായ കൊലയാളികൾക്ക് പിന്തുണയുമായി നടക്കുമ്പോൾ ഈ ഇവിടുത്തെ നീതി ന്യായ വ്യവസ്ഥകൾ അത് തിരിച്ചറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ സമൂഹത്തിൽ വരുന്ന ക്ഷീണം അത് വളരെ വലുതായിരിക്കും. നമുക്കറിയാം, ഈയിടെ പല ആത്മഹത്യകളും നടക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം പോലും കൂടെ ഇടുക്കി ജില്ലയിലെ ഉപ്പുതറയിൽ 4 കുടുംബമാണ് ഒരേ സമയം മരണപ്പെട്ടിരിക്കുന്നത്. ആ മരണത്തിൽ പല ദുരൂഹതകളും ഉണ്ട്. കടബാധ്യതയാണ്, ആത്മഹത്യയാണ് എന്നൊക്കെ പറയുന്നു. ഒരു ഓട്ടോ ഡ്രൈവറും ഭാര്യയും 2 കുഞ്ഞുമക്കളും. അപ്പം ആ കാര്യങ്ങൾക്കൊക്കെ അതിൻ്റെ സത്യാവസ്ഥ എന്തൊക്കെയാണ് എന്ന് പുറത്തു കൊണ്ടുവരാനായിട്ട് ഹാർഡ് ഫാർമറിൽ നിന്നും വീഡിയോ പ്രതീക്ഷിക്കുന്നുണ്ടാവും. അതെല്ലാം കാത്തിരിക്കുന്നു. ഇത്തരം സംഭവങ്ങളൊക്കെ പൊതുസമൂഹത്തെ അറിയിക്കേണ്ടതുണ്ട്. ഈ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ദൈനംദിനം നമ്മളെ എല്ലാവരെയും വളരെയധികം വിഷമിപ്പിക്കുന്നതും വേദനിക്കുന്നതുമായിട്ടുള്ളൊരു കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇത്തരം കടബാധ്യതകൾ മൂലം ആത്മഹത്യകൾ കണ്ടമാനം പെരുകുന്നു. ആത്മഹത്യകളും അക്രമങ്ങളും കൊലപാതകങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് സമൂഹത്തിൽ വളരെയധികം ജീർണതകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനൊക്കെ എതിരെ നിയമ സംവിധാനം അതിശക്തമായിട്ട് ഉണർന്ന് പ്രവർത്തിക്കേണ്ട കാര്യം, അതുപോലെ പൊതുസമൂഹത്തിൽ ഇത്തരം കാര്യങ്ങൾക്കെതിരെയുള്ള അവയർനെസ് ഉണ്ടാവേണ്ട ആവശ്യം, ഇതൊക്കെ ഊന്നി പറഞ്ഞുകൊണ്ടും ഹാർഡ് ഫാർമർ എന്ന യൂട്യൂബ് ചാനൽ ഇനിയും ശക്തമായിട്ട് ഇത്തരം കാര്യങ്ങൾക്കെതിരെ സമൂഹത്തിൽ പ്രവർത്തിക്കണം. സമൂഹ നന്മയ്ക്കായിട്ടുള്ള പ്രവർത്തനമായിട്ട് മുമ്പോട്ട് വരണം എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ടും ഈ ഷൈനിയുടെയും കുഞ്ഞുങ്ങളുടെയും ആ മരണത്തിന് ഉത്തരവാദികളായ ആ പ്രതികൾക്കെതിരെ അതിശക്തമായ നിയമ നടപടി സ്വീകരിക്കുന്നതിലേക്കായിട്ട് അവരുടെ കുതന്ത്രങ്ങളെല്ലാം നിയമ സംവിധാനം പൊളിച്ച് കളഞ്ഞുകൊണ്ട് അവർക്ക് ശിക്ഷ വാങ്ങി നൽകുന്നതിലേക്കായിട്ടുള്ള സാഹചര്യം ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു.